ഈ ഡ്രീം എന്ന് പറയുമ്പോൾ രണ്ട് കോൺസെപ്റ്റ് ആണ്, ബേസ് ഡ്രീം ആൻഡ് ക്രിയേറ്റീവ് ഡ്രീം. ബേസ് എന്ന് പറയുമ്പോൾ മോട്ടിവേഷൻ ആണ്. കാലത്ത് മൂവി കണ്ടു, ഫിലിം സ്റ്റാർ ആവണം, വിജയ് ക്രിക്കറ്റ് കണ്ടു, ഞാനും സച്ചിൻ ടെണ്ടുൽക്കറോ, വൈകുന്നേരം കണ്ടു മെസ്സി ആവണം, റൊണാൾഡോ ആവണം, അത് കിടന്നു. മോട്ടിവേഷൻ ഈസ് എക്സ്റ്റേണൽ, അത് ടെമ്പററി ആണ്. അത് തെറ്റില്ല, കാരണം തുടങ്ങാൻ നമുക്കൊരു മോട്ടിവേഷൻ വേണ്ട, അത് നമ്മുടെ കൽപ്പിൽ കയറിയിരിക്കുന്നവിടെ. ഇവിടെ കയറിയാൽ അത് ഇൻസ്പിറേഷൻ ആണ്, പെർമനന്റ്. അങ്ങനത്തെ ഡ്രീമിനെ പറയുന്നതാണ് ക്രിയേറ്റീവ് ഡ്രീം. അങ്ങനത്തെ സ്വപ്നങ്ങളാണ് റിയാലിറ്റിക്ക് വരുന്നത്. ക്രിസ്ത്യൻ വീടുകളില് കുട്ടികളെ ഉറക്കാൻ പറ്റിയപ്പോഴും അറിയാം, വൈകുന്നേരത്തെ പ്രാർത്ഥന ആരംഭിക്കുക, ഒട്ടുറങ്ങണില്ല കൂടി. കാരണം എന്താ, അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഇതേ കുട്ടീനെ കാർട്ടൂൺ കാണാണെങ്കിൽ ഉറക്കാൻ പറ്റില്ല, നമുക്ക് അവര് നമ്മളോടക്കാൻ പറയും, അമ്മ ഉറങ്ങാൻ പറയും. അവിടെ ഇൻസ്പിറേഷൻ ആണ്. അപ്പോഴാണ് നമ്മൾ പറയാറുള്ളത് വിന്നേഴ്സ് ആർ മോണോമാനിയാക്. വിജയികൾ ഏകവിഷയഭ്രാന്തന്മാരാണ്. ഒരൊറ്റ ഡ്രീം, ആ ഡ്രീമിനെ മാത്രം കണ്ടുകൊണ്ട് അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് അതൊരു റിയാലിറ്റിയെ മാറും.